I welcome you all to today's live session of IELTS reading, and this is me Devika from Tiju's Academy. So എല്ലാവർക്കും ഒരു നല്ല ഡേ ആയിരിക്കട്ടെ എന്ന് ആദ്യം തന്നെ ആശംസിക്കുകയാണ്. So once again welcome you all for today's live session of IELTS reading. So ഇത് നമ്മുടെ IELTS readingന്റെ തേർഡ് സെക്ഷൻ ആണ്, തേർഡ് പാർട്ട് ആണ്. സോ ഫസ്റ്റ് രണ്ട് പാർട്ടും കാണാത്തവർ അത് കണ്ടതിന് ശേഷം മാക്സിമം ആ ഒരു കണ്ടിന്യൂറ്റി കിട്ടാൻ വേണ്ടി ആ ഒരു ഫസ്റ്റ് രണ്ട് പാർട്ട് കണ്ടതിന് ശേഷം ഈ ഒരു പാർട്ട് കാണാൻ ശ്രമിക്കുക. സോ IELTS reading when coming to the topic. നമ്മൾ ആ ഒരു ഫസ്റ്റ് 2 സെക്ഷൻസിലും ഡിസ്കസ് ചെയ്തിരുന്നത് ആ ഒരു മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ IELTS അക്കാഡമിക് ആസ് വെൽ ആസ് ജനറൽ റീഡിംഗ് ടെസ്റ്റ്. സോ IELTS റീഡിംഗ് എന്ന് പറയുമ്പോൾ രണ്ട് കാറ്റഗറി ഉണ്ട്, അക്കാഡമിക് ആസ് വെൽ ആസ് ജനറൽ ഫോമാറ്റ്, ജനറൽ റീഡിംഗ് ടെസ്റ്റ്. സോ കഴിഞ്ഞ ലൈവ് കാണാത്തവർക്കായി ഒന്നുകൂടി നമുക്ക് ജസ്റ്റ് ഒരു ഓവർവ്യൂ. സോ ഒരു സെക്കൻഡ് പാർട്ടിൽ, അതായത് കഴിഞ്ഞ ലാസ്റ്റ് ലൈവ് സെക്ഷനിൽ, റീഡിങ്ങിൻ്റെ ലൈവ് സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് ബേസിക് ഫാക്ട്സ് അബൌട്ട് IELTS റീഡിംഗ്. എന്തൊക്കെയാണ് ആ ഒരു ബേസിക് ഫാക്ട്സ്, മെയിനായിട്ടുള്ള ഡിഫറൻസിയേഷൻ എന്തൊക്കെയാണ്, മെയിനായിട്ടുള്ള കാറ്റഗറി ഡിഫറൻസിയേഷൻ എന്തൊക്കെയാണ്, മെയിൻ പോയിൻറ്റ്സ് ഏതൊക്കെയാണ് വെൻ കമ്മിങ് ടു IELTS അക്കാഡമിക് റീഡിംഗ് ടെസ്റ്റ് ആസ് വെൽ ആസ് ജനറൽ റീഡിംഗ് ടെസ്റ്റ്. അതേപോലെ ആ ഒരു 2 ടെസ്റ്റ്, അക്കാഡമിക് വേഴ്സസ് ജനറൽ ഫോമാറ്റ്, ഈ രണ്ട് ടെസ്റ്റും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസിയേഷൻ, മെയിൻ ഡിഫറൻസ് എന്തൊക്കെയാണ്, മെയിൻ ഡിഫറൻസസ് നമ്മൾ കഴിഞ്ഞ ലൈവ് സെഷനിൽ ഡിസ്കസ് ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ വാട്ട് ടോപ്പിക്സ് ക്യാൻ ഐ എക്സ്പെക്റ്റ്, അല്ലെങ്കിൽ വാട്ട് ടോപ്പിക്സ് ക്യാൻ വി എക്സ്പെക്റ്റ് ഇൻ ദി പാസേജസ് ഓഫ് IELTS അക്കാഡമിക് ആസ് വെൽ ആസ് ജനറൽ IELTS ജനറൽ റീഡിംഗ് ടെസ്റ്റ്. സോ ഇത്രയും ടോപ്പിക്സ് ആയിരുന്നു നമ്മൾ ലാസ്റ്റ് ലൈവ് സെക്ഷനിൽ കവർ ചെയ്തിരുന്നത്. സോ ആ ലൈവ് സെക്ഷൻസ് അറ്റൻഡ് ചെയ്യാത്തവരെല്ലാവരും തന്നെ കാണുക, ഫസ്റ്റ് 2 പാർട്ടും കാണുക. ഇത് നമ്മുടെ തേർഡ് പാർട്ടാണ്, തേർഡ് ലൈവ് സെഷനാണ് IELTS റീഡിങ്ങിൻ്റെ. സോ എല്ലാവരെയും വെൽക്കം ചെയ്യുകയാണ് ഫോർ ടുഡേയ്സ് ലൈവ് സെഷൻ. നമുക്ക് ഒരുമിച്ച് തന്നെ എല്ലാ IELTS ആസ്പിറൻസ് who wish to work abroad, who wish to study abroad, who wish to migrate. സോ എല്ലാവരുടെ ആ ഒരു ഡ്രീം നമുക്ക് ഒരുമിച്ച് തന്നെ ആ ഒരു ഡ്രീം നമുക്ക്, നിങ്ങളുടെ ആ ഒരു ഡ്രീം എത്തുക, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യാനായി നമുക്ക് ഒരുമിച്ച് തന്നെ നമുക്ക് ആ ഒരു എഫേർട്ട് ഇട്ട് ഒരുമിച്ച് തന്നെ നമുക്ക് ആ ഒരു സക്സസ് എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു എഫേർട്ടിനൊപ്പം അല്ലേ, ആ ഒരു എഫേർട്ട് നമ്മൾ എത്രത്തോളം എഫേർട്ട്, നമ്മുടെ ഹാർഡ് വർക്ക്, അതിൻ്റെയൊക്കെ ഫലമായിരിക്കും നമ്മുടെ ആ ഒരു സക്സസ്, ആ ഒരു ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത്. സോ നമുക്ക് ഒരുമിച്ച് തന്നെ നിങ്ങളുടെ എല്ലാ IELTS ആസ്പിറൻസിൻ്റെയും ആ ഒരു ഡ്രീം അക്കംപ്ലിഷ് ചെയ്യാൻ നമ്മൾ നിങ്ങളുടെ ഒപ്പം ഉണ്ട്. സോ നമുക്ക് ഒരുമിച്ച് തന്നെ ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ പ്രയത്നിക്കാം. സോ റിസീവ് വൺ കമൻറ്റ്. ഗുഡ് മോർണിംഗ് ഗോപേഷ്. വെൽക്കം ടു ടുഡേയ്സ് ലൈവ് സെഷൻ ഓഫ് IELTS റീഡിംഗ്. ഓക്കെ, സോ ഇന്നത്തെ ലൈവ് സെഷൻസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. So I am eagerly waiting for your comments. So let's start today's live session of IELTS reading. Okay, so for today's live session, let's begin our live session with the differentiation, or by looking on to the differentiation between academic versus general. Already നമ്മൾ കഴിഞ്ഞ ലൈവ് സെഷൻസിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. അത് കഴിഞ്ഞ ലൈവ് സെഷൻസ് സ്കിപ്പായവർ അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർക്കായി നമ്മൾ അഗെയിൻ ആ ഒരു ഓവർവ്യൂ, ജസ്റ്റ് നമ്മൾക്ക് എന്തൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലെങ്കിൽ ലാസ്റ്റ് ലൈവ് സെഷനിൽ ഡിസ്കസ് ചെയ്തത് നമുക്കൊരു ഓവർവ്യൂ പോലെ നോക്കാം. ഓക്കെ, സോ അക്കാഡമിക് വേഴ്സസ് ജനറൽ നിങ്ങൾക്കിവിടെ സ്ലൈഡിൽ കാണാൻ സാധിക്കും. നമ്മളൊരു അക്കാഡമിക്കും ജനറലും തമ്മിൽ ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു ഡീറ്റെയിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആ ഒരു ഫസ്റ്റ് കഴിഞ്ഞ നെക്സ്റ്റ് ലൈവ് സെഷൻ തന്നെ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. സോ നൗ വി ആർ ലുക്കിംഗ് ഓൺ ടു ദി ഡിഫറൻസിയേഷൻ ബിറ്റ്വീൻ അക്കാഡമിക് വേഴ്സസ് ജനറൽ. സോ അഗൈൻ ഒരു കമൻറ്റ് കൂടി റിസീവ് ചെയ്തിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് മനു. ഗുഡ് മോർണിംഗ് ടു ആൻഡ് വെൽക്കം യു ഫോർ ടുഡേയ്സ് ലൈവ് സെഷൻ. എ വെരി വാം ഗുഡ് മോർണിംഗ്.
ഓക്കെ, സോ ഒരു ഓവർവ്യൂ അക്കാഡമിക് വേഴ്സസ് ജനറൽ എന്തൊക്കെയായിരുന്നു നമ്മൾ കഴിഞ്ഞ ലൈവ് സെഷൻസിൽ ഡിസ്കസ് ചെയ്തിരുന്നതെന്ന് നമുക്ക് ജസ്റ്റ് ഒരു ഓവർവ്യൂ നോക്കാം. സോ ഒന്ന് നമുക്ക് ഈ ഒരു സ്ലൈഡിലൂടെ ഗോ ത്രൂ ചെയ്യാം. അക്കാഡമിക് വേഴ്സസ് ജനറൽ. So academic, as I already mentioned, as I previously mentioned in the live sessions, it includes the academic reading test includes 3 sections. Okay, so academic reading test la 3 sections are included ആയിട്ടുള്ളത്. One long test is mentioned with questions below it. Okay, your 3 sections are overall. The academic reading test consists of 3 sections and one long text is mentioned with questions below it. അതിൽ ഈ ഒരു 3 സെക്ഷൻസിൽ one long test മെൻഷൻ ചെയ്തിരിക്കും with questions below it. Okay, ഒരു different types of passages ആയിരിക്കും. നമ്മൾ when coming to reading test, we have to deal with a lot of or a various types of question formats or different types of, we have to deal with different types of passages. Okay, so നമ്മൾ when coming to reading testലേക്ക് വരുമ്പോൾ different types of passages ആയിരിക്കും നമ്മൾ ഡീൽ ചെയ്യേണ്ടത്. ഓക്കെ, ഈ ഒരു പാസേജസ് എന്ന് പറയുന്ന പാസേജസിൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് the texts are excerpts from books, journals, newspapers and magazines. ഓക്കെ, ഈ ഒരു പാസേജിലെ ടോപ്പിക് ഡീൽ ചെയ്യുന്ന ആ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് these are the excerpts from books, journals, newspapers and magazines. ബുക്സിൽ നിന്നും ജേർണൽസിൽ നിന്നും ന്യൂസ് മാഗസിൻസ് ഇതൊക്കെ ആയിരിക്കും ആ ഒരു സോഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്, ആ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിൻ്റെ ആ ഒരു പെർട്ടിക്കുലർ പാസേജിൻ്റെ സോഴ്സസ് എന്ന് പറയുന്നത് ബുക്സ്, ജേർണൽസ്, ന്യൂസ് പേപ്പേഴ്സ്, മാഗസിൻസ് ആണ്. ദീസ് ടെക്സ്റ്റ് ഹൈലൈറ്റ് അക്കാഡമിക് ടോപ്പിക്സ് ഓഫ് ജനറൽ ഇൻട്രസ്റ്റ്. സോ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് അക്കാഡമിക് റീഡിംഗ് ടെസ്റ്റിനെ പറ്റിയാണ്. സോ ദസ് ദീസ് ടെക്സ്റ്റ് ഹൈലൈറ്റ് അക്കാഡമിക് ടോപ്പിക്സ് ഓഫ് ജനറൽ ഇൻട്രസ്റ്റ്. അപ്പോൾ ഈ ഒരു അക്കാഡമിക് റീഡിംഗ് ടെസ്റ്റിൽ ഡീൽ ചെയ്യുന്ന ടോപ്പിക് അല്ലെങ്കിൽ ടെക്സ്റ്റ് എന്ന് പറയുന്നത് എന്തിനായിരിക്കും ഹൈലൈറ്റ് ചെയ്യുന്നത്? അക്കാഡമിക് ടോപ്പിക്സ് ആയിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ അക്കാഡമിക് ഇൻട്രസ്റ്റുമായിട്ട് ഡീൽ ചെയ്യുന്ന ആ ഒരു ടോപ്പിക്സ് ആയിരിക്കും ഹൈലൈറ്റ് ആയിട്ട് ഈ ഒരു അക്കാഡമിക് വെൻ കമ്മിങ് ടു അക്കാഡമിക് റീഡിംഗ് ടെസ്റ്റ്. ഓക്കെ, and when general reading test. Okay, when coming to general reading test, academic reading test includes 3 sections. അതേപോലെ തന്നെ അതിലൊരു ഡിഫറൻസിയേഷൻ ഇല്ല. For both academic as well as general reading test, both of the reading test includes 3 sections. 3 sections തന്നെയാണ് അക്കാഡമിക്കിനും ജനറലിനും കംപ്രൈസ് ചെയ്യുന്നത്. So when looking on to general reading test, section 1 comprises, അവിടെയുള്ളൊരു ഡിഫറൻസിയേഷൻ എന്നാൽ Section 1 comprises 2 or 3 factual texts related to happenings from everyday life. Okay, അക്കാഡമിക് റീഡിംഗ് ടെസ്റ്റിലെ ആ ഒരു പാസേജ് അല്ലെങ്കിൽ ഓരോ സെക്ഷൻസും അക്കാഡമിക് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ അക്കാഡമിക് ടോപ്പിക്സ് ആണ് ഹൈലൈറ്റ് ചെയ്യുന്നതെങ്കിൽ ഇൻ കമ്മിങ് ടു ജനറൽ റീഡിംഗ് ടെസ്റ്റ്, ദ സെക്ഷൻ 1 കംപ്രൈസസ് 2 or 3 factual texts. സെക്ഷൻ 1 2 അല്ലെങ്കിൽ 3 2 or 3 factual texts ആയിരിക്കും. factual test means ടെസ്റ്റ് ബേസ്ഡ് അപ്പോൺ ഫാക്ട്സ്. ഓക്കെ, ഫാക്ട്സിനെ ബേസ് ചെയ്തുള്ള ടെക്സ്റ്റ് ആയിരിക്കും നമുക്ക് സെക്ഷൻ 1 ഓക്കെ ജനറൽ റീഡിംഗ് ടെസ്റ്റിൻ്റെ സെക്ഷൻ 1 ഡീൽ ചെയ്യുന്ന പാസേജസ് എന്ന് പറയുന്നത്. റിലേറ്റഡ് ടു ഹാപ്പനിങ്സ് ഫ്രം എവറിഡേ ലൈഫ്, അവിടെ വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ജനറൽ ഇൻട്രസ്റ്റ് ആയിരിക്കാം. ആൻഡ് മീൻസ് ടെക്സ്റ്റ് ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ഹാപ്പനിങ്സ് ഫ്രം എവറിഡേ ലൈഫ്. ഓക്കെ, നമ്മുടെ എവറിഡേ ലൈഫിൽ നടക്കുന്ന ആ ഒരു സംഭവങ്ങൾ അല്ലെങ്കിൽ ആ ഒരു ടെക്സ്റ്റൊക്കെ ആയിരിക്കും ഈ ഒരു ഫാക്ട്സ് ആയിട്ട് അല്ലെങ്കിൽ ഫാക്ച്വൽ, അവിടെ വരുന്ന ആ ഒരു പ്രൊവൈഡ് ചെയ്യുന്ന ഫാക്ച്വൽ ടെക്സ്റ്റ് അല്ലെങ്കിൽ ഫാക്ച്വൽ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ദ ടെക്സ്റ്റ് ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ഹാപ്പനിങ്സ് ഫ്രം എവറിഡേ ലൈഫ്. ഓക്കെ, ആൻഡ് സെക്ഷൻ 2, വെൻ കമ്മിങ് ടു സെക്ഷൻ 2 പ്രസൻസ് ഫാക്ച്വൽ ടെക്സ്റ്റ് റിലേറ്റഡ് ടു വർക്ക്. ഓക്കെ, ഫസ്റ്റ് സെക്ഷനിൽ ഫാക്ച്വൽ ടെക്സ്റ്റ് തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ബട്ട് ദ ഡിഫറൻസ് ഈസ് ദാറ്റ് the factual test related to happenings from everyday life ആണ് സെക്ഷൻ 1 ഡിസ്കസ് ചെയ്യുന്നത്. ബട്ട് സെക്ഷൻ 2 presents factual text related to work. ഓക്കെ, വർക്കുമായിട്ട് റിലേറ്റ് ചെയ്ത ആ ഒരു ഫാക്ച്വൽ ടെക്സ്റ്റ് അല്ലെങ്കിൽ ഫാക്ച്വൽ ഇൻഫർമേഷൻ ആയിരിക്കും ഈ ഒരു സെക്ഷൻ 2 നമ്മൾ ഡീൽ ചെയ്യേണ്ടത്. ഓക്കെ, ആൻഡ് ഫൈനലി സെക്ഷൻ 3 in general training has one complex text that highlights general topics. Okay, സെക്ഷൻ 3 ജനറൽ ട്രെയിനിങ്ങിൽ സെക്ഷൻ 3 ഹാസ് വൺ കോംപ്ലക്സ് ടെക്സ്റ്റ് ദാറ്റ് ഹൈലൈറ്റ്സ് ജനറൽ ടോപ്പിക്സ്. കമ്പാരിറ്റീവ്ലി ഒരു കോംപ്ലക്സ്, ഈ ഒരു 3 സെക്ഷൻസിനെ നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ടെക്സ്റ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യും. ആൻഡ് ദാറ്റ് ഹൈലൈറ്റ്സ് ജനറൽ ടോപ്പിക്സ്, അത് ഹൈലൈറ്റ് ചെയ്യുന്നത് ഒരു ജനറൽ ടോപ്പിക് ആയിരിക്കും. ഓക്കെ, സോ നമ്മൾ ആ ഒരു പ്രീവിയസ് ലൈവ് സെക്ഷനിൽ നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തിരുന്നു. അതായത് ഓരോ 3 സെക്ഷൻസ് ഉണ്ടെങ്കിലും ഓരോ പാസേജ് ഓരോ സെക്ഷൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പോഴും കുറച്ച് ഡിഫിക്കൽട്ടായിട്ടായിരിക്കും. ഇപ്പം കമ്പാരിറ്റീവ്ലി ഫസ്റ്റ് സെക്ഷനേക്കാട്ടിലും കുറച്ചുകൂടി ഡിഫിക്കൽട്ടായിരിക്കും സെക്കൻഡ് സെക്ഷൻ. അതേപോലെ തേർഡ് സെക്ഷൻ, കമ്മിങ് ടു തേർഡ് സെക്ഷൻ, അത് കമ്പാരിറ്റീവ്ലി ടു ബോത്ത് ഓഫ് സെക്ഷൻ 1 ആൻഡ് സെക്ഷൻ 2 കുറച്ചുകൂടി ഡിഫിക്കൽട്ടായിരിക്കും ആ ഒരു സെക്ഷൻ 3 എന്ന് പറയുന്നത്. ഓക്കെ,
സോ അക്കാഡമിക് വേഴ്സസ് ജനറൽ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് ആ ഒരു പ്രീവിയസ് ലൈവ് സെഷൻസിൽ. ആൻഡ് ദെൻ IELTS academic reading is considered by candidates for academic purposes. Again, IELTS എപ്പോഴും എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്. IELTS academic as well as general training reading തമ്മിലുള്ള മെയിൻ ഡിഫറൻസ്, അല്ലെങ്കിൽ ഏതൊക്കെ ആൾക്കാരാണ് കാൻഡിഡേറ്റ്സ് ഫോർ അക്കാഡമിക് പർപ്പസ്, ഒരു അക്കാഡമിക് പർപ്പസിന് വേണ്ടിയാണ് ഒരു കാൻഡിഡേറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ അവർ ഫോളോ ചെയ്യേണ്ട അല്ലെങ്കിൽ അവർ അറ്റംപ്റ്റ് ചെയ്യേണ്ട ടെസ്റ്റ് എന്ന് പറയുന്നത് IELTS അക്കാഡമിക് റീഡിംഗ് ആയിരിക്കും. ഓക്കെ, സോ IELTS അക്കാഡമിക് റീഡിംഗ് ഈസ് കൺസിഡർഡ് ബൈ കാൻഡിഡേറ്റ്സ് ഫോർ അക്കാഡമിക് പർപ്പസസ്. അക്കാഡമിക് പർപ്പസസിന് വേണ്ടി നമ്മൾ അറ്റംപ്റ്റ് ചെയ്യുന്ന ആ ഒരു ടെസ്റ്റാണ് IELTS അക്കാഡമിക് റീഡിംഗ്. വേറാസ് ജനറൽ ട്രെയിനിങ് റീഡിംഗ് ഈസ് കൺസിഡർഡ് ബൈ കാൻഡിഡേറ്റ്സ് ഫോർ ഇമിഗ്രേഷൻ ആൻഡ് ജോബ് റിലേറ്റഡ് പർപ്പസ്. ഇമിഗ്രേഷന് വേണ്ടി ജോബ് റിലേറ്റഡ് പർപ്പസിന് വേണ്ടിയാണ് നമ്മൾ ഏത് അറ്റംപ്റ്റ് ചെയ്യുന്നത്, ഏത് റീഡിംഗ് ടെസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യുന്നത്, ജനറൽ റീഡിംഗ് ടെസ്റ്റ്, ജനറൽ ട്രെയിനിങ് റീഡിംഗ് ടെസ്റ്റ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അറ്റംപ്റ്റ് ചെയ്യുന്നത് ഫോർ ദോസ് കാൻഡിഡേറ്റ്സ് ഹൂ വിഷ് for migration or for to work abroad or for job related purposes. Okay, so Jomol Binu, good morning Jomol. Major difference, or what is a major difference അല്ലെങ്കിൽ your academic as well as general reading തമ്മിൽ മെയിൻ ആയിട്ടൊരു ഡിഫറൻസ് ഉണ്ട്. There is a difference between scoring patterns. Okay, ആ ഒരു ഡിഫറൻസ് മെയിൻ അല്ലെങ്കിൽ മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത് സ്കോറിംഗ് പാറ്റേണിലാണ്. For example, 30 in general training is considered 23 in IELTS academic reading. Okay, ജനറൽ റീഡിംഗ് ടെസ്റ്റ് ആണെങ്കിലും അക്കാഡമിക് റീഡിംഗ് ടെസ്റ്റിലാണെങ്കിലും ആ ഒരു സ്കോറിംഗ് പാറ്റേൺ തമ്മിലൊരു ഡിഫറൻസിയേഷൻ ഉണ്ട്. ഫോർ എക്സാമ്പിൾ 30 ഇൻ ജനറൽ ട്രെയിനിങ് ടെസ്റ്റിൽ നമ്മുടെ റോ സ്കോർ എത്രയാണ്? ഔട്ട് ഓഫ് 40. ഓക്കെ, 40 ക്വസ്റ്റ്യൻസ് ആർ ദയർ. നമ്മുടെ റോ സ്കോർ എന്ന് പറയുന്നതും 40 ആണ്. സോ ഔട്ട് ഓഫ് 40ൽ നമുക്ക് 30 കിട്ടി ഫോർ ജനറൽ ട്രെയിനിങ്. ഒരു ജനറൽ ട്രെയിനിങ് ടെസ്റ്റിൽ we scored 30 out of 40. Okay, 30 out of 40 ആണ് നമ്മൾ സ്കോർ ചെയ്തതെങ്കിൽ when coming to IELTS academic reading ആ ഒരു 30 എന്ന് പറയുന്നത് ഔട്ട് ഓഫ് 40 എത്രയായിട്ട് കൺവേർട്ടഡ് ആവും? ഈസ് കൺവേർട്ടഡ് അല്ല, കൺസിഡേർഡ് ആസ് 23. ഓക്കെ, സോ ജനറൽ ട്രെയിനിങ് ടെസ്റ്റിൽ ഔട്ട് ഓഫ് 40 നമുക്ക് 30 കിട്ടിയാൽ അത് അക്കാഡമിക്കിൽ വരുമ്പോൾ ആ ഒരു 30 എന്ന് പറയുന്നത് എത്രയാവും? 23 out of 40. Major difference is there in the scoring pattern. For example, okay, when coming to academic, so ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. So when coming to academic reading test, 23 in academic reading means a score of 30. Okay, vice versa. അതായത് നമ്മൾ ജനറൽ ട്രെയിനിങ്ങിൽ പറഞ്ഞ പോലെ 30 ജനറൽ ട്രെയിനിങ് റീഡിങ്ങിൽ ഔട്ട് ഓഫ് 40 കിട്ടിയെങ്കിൽ അത് അക്കാഡമിക്കിലേക്ക് വരുമ്പോൾ 23 ആയിരിക്കും ഔട്ട് ഓഫ് 40 എന്ന് പറയുന്ന റോ സ്കോർ. പക്ഷേ നമ്മൾ ഈ ഒരു റോ സ്കോർ ആണോ കൺവേർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ഒരു റോ സ്കോർ ആണോ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് IELTSൽ? നോ, ഈ ഒരു റോ സ്കോർ എന്ന് പറയുന്നത് ഔട്ട് ഓഫ് 40 ആയിരിക്കും. ബട്ട് വെൻ കമ്മിങ് ടു IELTS അല്ലെങ്കിൽ IELTSൽ നമ്മളുടെ ആ ഒരു സ്കോർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ദിസ് റോ സ്കോർ ഈസ് കൺവേർട്ടഡ് ടു എ ബാൻഡ് സ്കോർ ഫ്രം ദി റേഞ്ച് ഓഫ് 0 to 9. അല്ലേ, ഈ ഒരു 0 to 9 എന്നുള്ള റേഞ്ചിലായിരിക്കും നിങ്ങളുടെ ഈ ഒരു റോ സ്കോർ എന്താകും? ബാൻഡ് സ്കോറായിട്ട് കൺവേർട്ടഡ് ആവും ഫ്രം ദി റേഞ്ച് ഓഫ് 0 to 9. സോ 0 to 9 എന്നുള്ള റേഞ്ചിലായിരിക്കും ബാൻഡ് കൺവേർട്ടഡ് ആവുന്നത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. സോ വൺസ് അഗൈൻ അക്കാഡമിക് ആസ് വെൽ ആസ് ജനറൽ, അക്കാഡമിക് ആണെങ്കിലും ജനറൽ ആണെങ്കിലും 3 സെക്ഷൻസ് ആണ്, കംപ്രൈസസ് 3 സെക്ഷൻസ് ആണ് ഉള്ളത്. അതേപോലെ ഓരോ സെക്ഷൻസും കമ്പാരിറ്റീവ്ലി ഫസ്റ്റ് സെക്ഷൻ കഴിഞ്ഞ് കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആയിരിക്കും സെക്കൻഡ് സെക്ഷൻ. അതേപോലെ തന്നെ ലാസ്റ്റ് സെക്ഷൻ ഒരു കോംപ്ലക്സ് ടെക്സ്റ്റ് എപ്പോഴും നമുക്ക് പ്രൊവൈഡ് ചെയ്യും. ആൻഡ് അക്കാഡമിക് ജനറൽ നോക്കുകയാണ്, ജനറൽ റീഡിംഗ് ടെസ്റ്റിൻ്റെ മെയിൻ ഡീറ്റെയിൽസ് മീൻസ് സെക്ഷൻ 1 എന്ന് പറയുന്നത് 2 or 3 ഫാക്ച്വൽ ടെക്സ്റ്റ്. എല്ലാ സെക്ഷൻസും ഫാക്ച്വൽ ടെസ്റ്റ് അല്ലെങ്കിൽ ഫാക്ട്സ്, ഇൻഫർമേഷൻ അബൌട്ട് ഫാക്ട്സ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. ബട്ട് ഡിഫറൻസ് ഉണ്ട്. അതായത് ഫസ്റ്റ് സെക്ഷനിൽ ടെക്സ്റ്റ് റിലേറ്റഡ് ടു ഹാപ്പനിങ്സ് ഫ്രം എവറിഡേ ലൈഫ്, സെക്കൻഡ് സെക്ഷനിൽ ടെക്സ്റ്റ് റിലേറ്റഡ് ടു വർക്ക്, ആൻഡ് സെക്ഷൻ 3 ഹൈലൈറ്റ്സ് ജനറൽ ടോപ്പിക്സ്. ഒക്കെ ജനറൽ ടോപ്പിക്സ് ആയിരിക്കും ഹൈലൈറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ദ മെയിൻ ഡിഫറൻസ്. ആൻഡ് ദെൻ ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്തിരുന്നത് IELTS academic reading is considered by candidates for academic purpose and general training reading is considered by candidates for immigration as well as job related purposes. And the main difference or the major difference between IELTS academic reading test as well as IELTS general reading test is that between the scoring patterns. Okay, ഒരു സ്കോറിംഗ് പാറ്റേൺ ആണ്. ജനറൽ ടെസ്റ്റിൽ 30 സ്കോർ ചെയ്താൽ അത് അക്കാഡമിക്കിലേക്ക് വരുമ്പോൾ ഔട്ട് ഓഫ് 40 അത് 23 ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആ ഒരു പ്രീവിയസ് 2 ലൈവ് സെഷൻസിൽ ഡിസ്കസ് ചെയ്തത്. സോ
കഴിഞ്ഞ ലൈവ് സെഷൻസ് അറ്റൻഡ് ചെയ്യാത്തവർക്ക് ഇത് ഒന്ന് യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. സോ ഇത് ജസ്റ്റ് ഒരു ഓവർവ്യൂ ആണ്. പക്ഷേ നമ്മൾക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ആ ഒരു കഴിഞ്ഞ പ്രീവിയസ് ലൈവ് സെഷൻസ് കാണുക. അതിനുശേഷം മാത്രം ആ ഒരു കണ്ടിന്യൂറ്റി കിട്ടാൻ വേണ്ടിയും ആ ഒരു ലൈവ് സെഷൻസ് നിങ്ങൾ കാണുക. അതിനുശേഷം മാത്രം മാക്സിമം ഈ ഒരു ലൈവ് സെഷൻ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ. So today we are going to discuss the IELTS reading question types. Okay, so നമ്മൾ കഴിഞ്ഞ 2 ലൈവ് സെഷൻസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ IELTS അക്കാഡമിക് ആസ് വെൽ ആസ് IELTS ജനറൽ ടെസ്റ്റ്, അതേപോലെ ബേസിക് ഫാക്ട്സ്, അതേപോലെ വാട്ട് ടെക്സ്റ്റ് ക്യാൻ ബി എക്സ്പെക്റ്റഡ്, എന്തൊക്കെ ടെക്സ്റ്റ് ആയിരിക്കാം ആ ഒരു പാസേജസിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളായിരുന്നു നമ്മൾ കഴിഞ്ഞ ലൈവ് സെഷൻസിൽ ഡിസ്കസ് ചെയ്തിരുന്നത്. സോ ടുഡേ വി ആർ ലുക്കിംഗ് ഓൺ ടു IELTS reading question types. Okay, as I already mentioned, there are several types of question types or question formats in IELTS reading. Okay, IELTS reading il different types of question formats ഉണ്ട്. different types of passages ആയിട്ട് നമ്മൾ ഡീൽ ചെയ്യണം. അതേപോലെ തന്നെ different types of question types ഉണ്ട്. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആ ഒരു different question types അല്ലെങ്കിൽ different question formats in IELTS reading ആണ്. ഒരു ഓവർവ്യൂ. ഓക്കെ, സോ ഫസ്റ്റ് വി ലുക്ക് ഓൺ ടു മാച്ചിങ് ക്വസ്റ്റ്യൻസ്. സോ നമുക്ക് ഈ ഒരു വെൻ കമ്മിങ് ടു IELTS റീഡിംഗ് മാച്ചിങ് ക്വസ്റ്റ്യൻസ് എന്നൊരു കാറ്റഗറി നമുക്ക് അറ്റൻഡ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ വി ഹാവ് ടു ഡീൽ വിത്ത് മാച്ചിങ് ക്വസ്റ്റ്യൻസ്. സോ മാച്ചിങ് ക്വസ്റ്റ്യൻസ് എന്നൊരു കാറ്റഗറിയിൽ വരുന്ന ആ ഒരു ക്വസ്റ്റ്യൻ ടൈപ്സ് ഏതൊക്കെ ആയിരിക്കാം? സോ മാച്ചിങ് ക്വസ്റ്റ്യൻസിൽ വരുന്ന ആ ഒരു ക്വസ്റ്റ്യൻ ടൈപ്സ് ആണ്: ഫസ്റ്റ് വൺ ഹെഡിങ്സ്, സെക്കൻഡ് വൺ പാരഗ്രാഫ് ഇൻഫർമേഷൻ, തേർഡ് വൺ ഫീച്ചേഴ്സ്, ഫോർത്ത് വൺ സെൻറ്റൻസ് എൻഡിങ്സ്. ഓക്കെ, സോ ഒരു മാച്ചിങ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന ആ ഒരു പെർട്ടിക്കുലർ കാറ്റഗറിയിൽ വരുന്ന ക്വസ്റ്റ്യൻ ഫോമാറ്റ്സ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ടൈപ്സ് ആണ് ഇപ്പോൾ നമ്മൾ മെൻഷൻ ചെയ്തിരുന്നത്. ഫസ്റ്റ് വൺ ഏതാണ്? ഹെഡിങ്സ്. സെക്കൻഡ് വൺ പാരഗ്രാഫ് ഇൻഫർമേഷൻ, തേർഡ് വൺ ഫീച്ചേഴ്സ്, ഫോർത്ത് വൺ സെൻറ്റൻസ് എൻഡിങ്സ്. So these are the question types or question formats that came under the category of matching questions. And the second one is identification questions. So matching questions, നമ്മൾ matching questions വരുന്ന ഏതൊക്കെ ക്വസ്റ്റ്യൻ ഫോമാറ്റാണെന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. സോ നൗ വി ലുക്ക് ഓൺ ടു ഐഡൻറ്റിഫിക്കേഷൻ ക്വസ്റ്റ്യൻസ്. ഇനി ഐഡൻറ്റിഫിക്കേഷൻ ക്വസ്റ്റ്യൻസ് എന്ന കാറ്റഗറിയിൽ വരുന്ന ക്വസ്റ്റ്യൻ ഫോമാറ്റ്സ് ഏതൊക്കെ ആയിരിക്കും? ട്രൂ, ഫോൾസ്, നോട്ട് ഗിവൺ, മൾട്ടിപ്പിൾ ചോയ്സ്, ലിസ്റ്റ്, സെലക്ഷൻ, ചൂസിങ് എ ടൈറ്റിൽ. ഓക്കെ, സോ ഐഡൻറ്റിഫിക്കേഷൻ ക്വസ്റ്റ്യൻസ് എന്ന കാറ്റഗറിയിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ഫോമാറ്റ്സ് ആണ് ട്രൂ, ഫോൾസ്, നോട്ട് ഗിവൺ, മൾട്ടിപ്പിൾ ചോയ്സ്, ലിസ്റ്റ്, സെലക്ഷൻ, ചൂസിങ് എ ടൈറ്റിൽ. ആൻഡ് ഫൈനലി കംപ്ലീഷൻ ക്വസ്റ്റ്യൻസ്. മാച്ചിങ് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു, അതേപോലെ ഐഡൻറ്റിഫിക്കേഷൻ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. സോ നൗ വി ലുക്ക് ഓൺ ടു കംപ്ലീഷൻ ക്വസ്റ്റ്യൻസ്. കംപ്ലീഷൻ ക്വസ്റ്റ്യൻസ് എന്ന കാറ്റഗറിയിൽ വരുന്ന ആ ഒരു ക്വസ്റ്റ്യൻ ഫോമാറ്റ്സ് ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഷോർട്ട് ആൻസർ, സെക്കൻഡ് വൺ സെൻറ്റൻസ് കംപ്ലീഷൻ, തേർഡ് വൺ സമ്മറി കംപ്ലീഷൻ, ഫോർത്ത് വൺ ടേബിൾ കംപ്ലീഷൻ, ഫിഫ്ത്ത് വൺ ഫ്ലോ ചാർട്ട് കംപ്ലീഷൻ, ആൻഡ് സിക്സ്ത് വൺ ഡയഗ്രാം കംപ്ലീഷൻ ക്വസ്റ്റ്യൻസ്. ഓക്കെ, കംപ്ലീഷൻ ക്വസ്റ്റ്യൻസിൽ വരുന്ന ആ ഒരു ക്വസ്റ്റ്യൻ ഫോമാറ്റ്സ് ആണ് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ്, സെൻറ്റൻസ് കംപ്ലീഷൻ, സമ്മറി കംപ്ലീഷൻ, ടേബിൾ കംപ്ലീഷൻ, ഫ്ലോ ചാർട്ട് കംപ്ലീഷൻ ആൻഡ് ഡയഗ്രാം കംപ്ലീഷൻ ക്വസ്റ്റ്യൻസ്. സോ 3 കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യൻ ടൈപ്സ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അതായത് ഫസ്റ്റ് വൺ മാച്ചിങ് ക്വസ്റ്റ്യൻസ്. മാച്ചിങ് ക്വസ്റ്റ്യൻസ് എന്ന കാറ്റഗറിയിൽ വരുന്ന ഒരു 4 ക്വസ്റ്റ്യൻ ടൈപ്സ് ഓൾറെഡി മെൻഷൻ ചെയ്തു. അതേപോലെ ഐഡൻറ്റിഫിക്കേഷൻ ക്വസ്റ്റ്യൻസ് ആൻഡ് ഫൈനലി കംപ്ലീഷൻ ക്വസ്റ്റ്യൻസ്. ഈ 3 കാറ്റഗറി അല്ലെങ്കിൽ ഇതിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ഫോമാറ്റ്സ് ആയിരിക്കും ഇവിടെ നമ്മൾ ഡീൽ ചെയ്യേണ്ടത്. IELTS വെൻ കമ്മിങ് ടു IELTS റീഡിംഗ് ടെസ്റ്റ് നമ്മൾ ഡീൽ ചെയ്യേണ്ട ആ ഒരു ക്വസ്റ്റ്യൻ ഫോമാറ്റ്സ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ടൈപ്സ് ആണ്. ആ ഒരു ക്വസ്റ്റ്യൻ ടൈപ്സ് ആണ് ഇപ്പോൾ നമ്മൾ മെൻഷൻ ചെയ്തത്. So I hope it's clear for you. സോ നമ്മൾ ഓൾറെഡി ആ ഒരു ക്വസ്റ്റ്യൻ ഫോമാറ്റ്സ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ടൈപ്സ് നമ്മൾ ജസ്റ്റ് നെയിം മെൻഷൻ ചെയ്തു. ഇനി നമുക്ക് എന്തൊക്കെയാണ് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ക്വസ്റ്റ്യൻ ടൈപ്സ്, ഓരോ ക്വസ്റ്റ്യൻ ടൈപ്സ് നമ്മൾ സ്പെസിഫിക്കലി എടുക്കുകയാണെങ്കിൽ എന്തൊക്കെയായിരിക്കാം അതിൻ്റെ ഒരു പെർട്ടിക്കുലർ ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഹൗ ടു ഡീൽ വിത്ത് ഈച്ച് ക്വസ്റ്റ്യൻസ് എന്നാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ലുക്ക് ഓൺ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് അഥവാ MCQ. സോ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ആ ഒരു ക്വസ്റ്റ്യൻ ടൈപ്പ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ഫോമാറ്റ് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് വൺ, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. These are types of questions that requires you to pick the correct answer from the given choices which are in capital letters of A, B, C and D. This type of questions test your ability to understand detailed and specific information.
സോ നമ്മളുടെ ആ ഒരു റീഡിംഗ് ടെസ്റ്റിൽ ഉള്ള വൺ ഓഫ് ദി ക്വസ്റ്റ്യൻ ഫോമാറ്റ്സ് ആണ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് അഥവാ MCQ എന്ന് പറയുമ്പോൾ. എന്താണ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്? ആസ് ദി ടൈറ്റിൽ ഓർ ആസ് ദി നെയിം ഇറ്റ് സെൽഫ് മെൻഷൻ, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ മൾട്ടിപ്പിൾ ചോയ്സ് ആണ് അല്ലേ? മൾട്ടിപ്പിൾ ചോയ്സ് ആണ് ആൻസറായിട്ട് നമ്മൾ അവിടെ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ദീസ് ആർ ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ദാറ്റ് റിക്വയർസ് യു ടു പിക്ക് ദി കറക്റ്റ് ആൻസർ ഫ്രം ദി ഗിവൺ ചോയ്സസ്. അതായത് ഒരു 4 ചോയ്സസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യും. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക? വി ഹാവ് ടു പിക്ക് ഔട്ട് ദി കറക്റ്റ് ആൻസർ ഫ്രം ദ ഗിവൺ ചോയ്സസ് വിച്ച് ആർ ഇൻ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഓഫ് A, B, C and D. ഇനി ഈ ഒരു ചോയ്സസ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും മെൻഷൻ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഡെപിക്റ്റ് ചെയ്യുന്നത്? വിച്ച് ആർ ഇൻ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഓഫ് A, B, C and D. A, B, C, D എന്ന ഈ ഒരു 4 ഓപ്ഷൻസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ക്യാപിറ്റൽ ലെറ്റേഴ്സിലായിരിക്കും ഈ ഒരു ഗിവൺ ചോയ്സസ്, ഈ ഒരു 4 ചോയ്സസ് എന്ത് ചെയ്യുന്നത്? ഇലസ്ട്രേറ്റ് ചെയ്യുന്നത്. ദിസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ടെസ്റ്റ് യുവർ എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ഡീറ്റെയിൽഡ് ആൻഡ് സ്പെസിഫിക് ഇൻഫർമേഷൻ. ഈ ഒരു ക്വസ്റ്റ്യൻ ടൈപ്പിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണ്? ദിസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ടെസ്റ്റ് യുവർ എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ഡീറ്റെയിൽഡ് ആൻഡ് സ്പെസിഫിക് ഇൻഫർമേഷൻ. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള, മൈൽഡ് ആയിട്ടുള്ള, സ്പെസിഫിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ മനസ്സിലാക്കാൻ പറ്റുന്നുള്ള, അല്ലെങ്കിൽ ഡിഡ് യു ഹാവ് ദി എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ഡീറ്റെയിൽഡ് ആൻഡ് സ്പെസിഫിക് ഇൻഫർമേഷൻ. ഓക്കെ, ഓരോ കാൻഡിഡേറ്റ്സിനും ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള ആ ഒരു എബിലിറ്റിയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ടൈപ്പ് കൊണ്ട് അസസ് ചെയ്യുന്നത്. ഓക്കെ, സോ ദിസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ടെസ്റ്റ് യുവർ എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ഡീറ്റെയിൽഡ് ആൻഡ് സ്പെസിഫിക് ഇൻഫർമേഷൻ. അതാണ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ആ ഒരു ക്വസ്റ്റ്യൻ ഫോമാറ്റ്. And second one, information identification questions. Okay, I already mentioned information identification questions. These are types of questions that requires you to identify whether the given information is either true, false or it's not given. Information identification questions means these are types of questions that requires you to identify. അതായത് നമുക്ക് ഈ ഒരു ഇൻഫർമേഷൻ ഐഡൻറ്റിഫിക്കേഷൻ ക്വസ്റ്റ്യൻസ് മീൻസ് നമുക്ക് തന്നിട്ടുള്ള ആ ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ നമ്മൾ ഡീൽ ചെയ്യുന്ന ആ ഒരു പാസേജ്, അതിൽ തന്നിരിക്കുന്ന അല്ലെങ്കിൽ അതിൽ ഡെൽറ്റ് ചെയ്യുന്ന ആ ഒരു ഇൻഫർമേഷൻ, ഗിവൺ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ട്രൂ ആണോ, ഫോൾസ് ആണോ, നോട്ട് ഗിവൺ ആണോ, ഈ ഒരു 3 കാര്യമായിരിക്കും നമ്മൾ അങ്ങനെയുള്ള ഒരു ഇൻഫർമേഷനാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ ഒരു ക്വസ്റ്റ്യൻ ഫോമാറ്റിൽ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. വെദർ ദ ഗിവൺ ഇൻഫർമേഷൻ ഈസ് ട്രൂ ഓർ വെദർ ദ ഗിവൺ ഇൻഫർമേഷൻ ഈസ് ഫോൾസ് ഓർ വെദർ ദ ഗിവൺ ഇൻഫർമേഷൻ ഈസ് നോട്ട് ഗിവൺ. ഇതാണ് വി നീഡ് ടു ഐഡൻറ്റിഫൈ ഓൾ ദീസ് തിങ്സ്, വെദർ ദ ഗിവൺ ഇൻഫർമേഷൻ ഈസ് ഐദർ ട്രൂ, ഫോൾസ് ഓർ നോട്ട് ഗിവൺ. സോ ഇതാണ് ഈ ഒരു ഇൻഫർമേഷൻ ഐഡൻറ്റിഫിക്കേഷൻ ക്വസ്റ്റ്യൻസ് എന്നുള്ള ആ ഒരു ക്വസ്റ്റ്യൻ ഫോമാറ്റിൽ മീൻ ചെയ്യുന്നത്. This type of question tests your ability to clearly understand what the text is talking about. Okay, so ഈ ഒരു ക്വസ്റ്റ്യൻ ടെസ്റ്റ് എന്താണ് അസസ് ചെയ്യുന്നത്? ഇറ്റ് അസസ് യുവർ എബിലിറ്റി ടു ക്ലിയർലി അണ്ടർസ്റ്റാൻഡ് വാട്ട് ദ ടെക്സ്റ്റ് ഈസ് ടോക്കിംഗ് അബൌട്ട്. ആ ഒരു ടെക്സ്റ്റ് എന്താണ് ഡീൽ ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ഒരു ടെക്സ്റ്റ് എന്താണ്, വാട്ട് ദ ടെക്സ്റ്റ് ഈസ് ടോക്കിംഗ് അബൌട്ട്, വാട്ട് ദ ടെക്സ്റ്റ് ഈസ് ഡിസ്കസിങ് അബൌട്ട്. ആ ഓരോ പാസേജും ഓരോ പെർട്ടിക്കുലർ പാസേജും ഓരോ പെർട്ടിക്കുലർ ടെക്സ്റ്റും എന്താണ് ടോക്ക് ചെയ്യുന്നത്, എന്താണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഈ ഒരു എബിലിറ്റി whether you can understand what the text is talking about. ഇത് അസസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഇൻഫർമേഷൻ ഐഡൻറ്റിഫിക്കേഷൻ ക്വസ്റ്റ്യൻസ്. സോ വെൻ കമ്മിങ് ടു ഇൻഫർമേഷൻ ഐഡൻറ്റിഫിക്കേഷൻ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയായിരിക്കും ആൻസറായിട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നത്? ട്രൂ, ഫോൾസ്, നോട്ട് ഗിവൺ പോലുള്ള ആൻസേഴ്സ് ആയിരിക്കും നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഫോമാറ്റിൽ ആൻസറായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, വെദർ ദ ഗിവൺ ഇൻഫർമേഷൻ ഈസ് ട്രൂ, വെദർ ഇറ്റ് ഈസ് ഫോൾസ് ഓർ നോട്ട് ഗിവൺ. ഈ 3 കാര്യങ്ങളായിരിക്കും നമ്മളവിടെ ആൻസറായിട്ട് എഴുതേണ്ടത്. And third one is information matching. These types of questions requires you to find a specific information and placing them where they fit to be. You need to have clearly understood the text and be able to understand every paragraph and what information it contains. So, information matching എന്ന് പറയുന്ന ആ ഒരു ക്വസ്റ്റ്യൻ ടൈപ്പ് എന്താണ്? These types of questions requires you to find a specific information and placing them where they fit to be. ഓക്കെ, നമ്മൾ ആ ഒരു ഇൻഫർമേഷൻ കംപ്ലീഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതേപോലെ തന്നെ ഇൻഫർമേഷൻ മാച്ചിങ് മീൻസ് വി നീഡ് ടു ഫൈൻഡ് എ സ്പെസിഫിക് ഇൻഫർമേഷൻ, ഒരു സ്പെസിഫിക് ഇൻഫർമേഷൻ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക. ആൻഡ് പ്ലേസിങ് ദം വെയർ ദേ ഫിറ്റ് ടു ബി. കറക്റ്റായിട്ട് നമ്മൾ അത് എന്ത് ചെയ്യണം? ആ ഒരു പ്ലേസിൽ ഫിറ്റ് ചെയ്യണം. യു നീഡ് ടു ഹാവ് ക്ലിയർലി അണ്ടർസ്റ്റുഡ് ദി ടെക്സ്റ്റ് ആൻഡ് ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് എവറി പാരഗ്രാഫ് ആൻഡ് വാട്ട് ഇൻഫർമേഷൻ കണ്ടെയ്ൻസ്. സോ ഇവിടെ ആസ് വി ആർ ലുക്കിംഗ് ഫോർ അല്ലെങ്കിൽ ആസ് വി ആർ ലുക്കിംഗ് ടു ഫൈൻഡ് എ സ്പെസിഫിക് ഇൻഫർമേഷൻ, ഒരു സ്പെസിഫിക് ഇൻഫർമേഷനാണ് നമ്മൾ
ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. സോ എന്താണ് വേണ്ടത്? വി ഹാവ് ടു ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ്, അല്ലെങ്കിൽ വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് എവറി പാരഗ്രാഫ്. നമ്മൾ ആ ഓരോ പാരഗ്രാഫും മനസ്സിലാക്കുക. ഓരോ പർട്ടിക്കുലർ പാരഗ്രാഫ് എന്താണ് ഡീൽ ചെയ്യുന്നത്, ഓരോ പാരഗ്രാഫും എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ ഡിസ്കസ് ചെയ്യുന്നത്, എന്തൊക്കെ ടോപ്പിക്കാണ് അവിടെ മെൻഷൻ ചെയ്യുന്നത്, ആൻഡ് വാട്ട് ഇൻഫർമേഷൻ ഇറ്റ് കണ്ടെയ്ൻസ്, എന്തൊക്കെ സ്പെസിഫിക് ആയിട്ടുള്ള ഇൻഫർമേഷനാണ് ആ ഒരു പർട്ടിക്കുലർ പാസേജിൽ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ പാസേജിൽ കണ്ടെയ്ൻഡ് ആയിട്ടുള്ളത് എന്തൊക്കെ ഇപ്പോൾ സ്പെസിഫിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആയിരിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഇൻഫർമേഷൻ മാച്ചിങ് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ഫോമാറ്റ് ഡീൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ആൻഡ് ഫോർത്ത് വൺ ഈസ് ഹെഡ് മാച്ചിങ്. ഓക്കെ, സോ ഇൻഫർമേഷൻ മാച്ചിങ് പറഞ്ഞു, അടുത്തതാണ് ഹെഡ് മാച്ചിങ്. അടുത്ത ഒരു ക്വസ്റ്റ്യൻ ഫോമാറ്റാണ് ഹെഡ് മാച്ചിങ്. These questions requires you to pick a heading from the given headings and place each of them to the paragraphs. Okay, head matching as the name itself mentioned എന്തായിരിക്കും? ഹെഡ് മാച്ചിങ് എന്ന് പറയുമ്പോൾ ദീസ് ക്വസ്റ്റ്യൻസ് റിക്വയർസ് യു ടു പിക്ക് എ ഹെഡിങ് ഫ്രം ദി ഗിവൺ ഹെഡിങ്സ്. ഒരു ലിസ്റ്റ് ഓഫ് ഹെഡിങ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യും. ആ ഒരു ലിസ്റ്റ് ഓഫ് ഹെഡിങ്സിൽ നിന്ന് വി ഹാവ് ടു പിക്ക് എ ഹെഡിങ്. ഓക്കെ, വി ഹാവ് ടു പിക്ക് വൺ ഹെഡിങ്. ഒരു ഹെഡിങ് പിക്ക് ഔട്ട് ചെയ്യണം. ആൻഡ് പ്ലേസ് ഈച്ച് ഓഫ് ദം ടു ദി പാരഗ്രാഫ്സ്. ഓക്കെ, ഈ ഒരു 10 ലിസ്റ്റ് ഓഫ് ഹെഡിങ്സ്, അല്ലെങ്കിൽ ഒരു 10 ഹെഡിങ്സ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്, നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അതിൽ ഒരു ഹെഡിങ്, ഓരോ പർട്ടിക്കുലർ പാസേജിനും ആപ്റ്റ് ആയിട്ടുള്ള ഒരു ഹെഡിങ് ഇതിൽ നിന്ന് നമ്മൾ ചൂസ് ചെയ്യുക. ഇതാണ് ഈ ഒരു ഹെഡ് മാച്ചിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഒരു ലിസ്റ്റ് ഓഫ് ഹെഡിങ്സ് നമുക്ക് ഓൾറെഡി ആ ഒരു ടെക്സ്റ്റ് മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്യും. അതിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം, ഓരോ പാസേജിനും ആപ്റ്റ് ആയിട്ടുള്ള സ്യൂട്ടബിൾ ആയിട്ടുള്ള ആ ഒരു ഹെഡിങ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ലിസ്റ്റ് ഓഫ് ഹെഡിങ്സിൽ നിന്നും പിക്ക് ഔട്ട് ചെയ്യുക. മെയിൻലി ഇഫ് യു ഹാവ് ക്ലിയർലി അണ്ടർസ്റ്റുഡ് ദ ഗിവൺ ടെക്സ്റ്റ് യു വിൽ ബി ഏബിൾ ടു മേക്ക് എ ഹെഡിങ് ഔട്ട് ഓഫ് എവറി പാരഗ്രാഫ്. അതായത് നമുക്ക് ആ ഒരു തന്നിരിക്കുന്ന ആ ഒരു ഗിവൺ ടെക്സ്റ്റ് നമുക്ക് നന്നായിട്ട് മനസ്സിലായി എങ്കിൽ, അതായത് ഓരോ പാസേജും എന്താണ് ഡീൽ ചെയ്യുന്നത്, ഓരോ പാസേജും ഡീൽ ചെയ്യുന്ന ആ ഒരു ടോപ്പിക്, ആ ഒരു പാസേജസ് എന്താണെന്ന് നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു ഐഡിയ മനസ്സിലാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ വാട്ട് ദിസ് പെർട്ടിക്കുലർ പാസേജ് ഡീൽ വിത്ത്, വാട്ട് ദിസ് പെർട്ടിക്കുലർ പാസേജ് മെൻഷൻ, അല്ലെങ്കിൽ ദ ഐഡിയ ബിഹൈൻഡ് ദാറ്റ് പെർട്ടിക്കുലർ പാസേജ്, അത് നമുക്ക് ക്ലിയർലി അണ്ടർസ്റ്റുഡ് ചെയ്യാൻ പറ്റും എങ്കിൽ നമുക്ക് എന്താണ് ഈസി ആയിട്ട് തന്നെ ഈ ഒരു ലിസ്റ്റ് ഓഫ് ഹെഡിങ്സിൽ നിന്നും ഒരു ഹെഡിങ് നമുക്ക് പിക്ക് ഔട്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ്. സോ സ്റ്റുഡൻസ് എപ്പോഴും തെറ്റിക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ എല്ലാ കാൻഡിഡേറ്റ്സിനും മെയിനായിട്ട് ഈ ഒരു ലിസ്റ്റ് ഓഫ് ഹെഡിങ്സ് കുറച്ച് ടഫാണെന്ന് പറയാറുണ്ട്. ആ ഒരു ലിസ്റ്റ് ഓഫ് ഹെഡിങ്സ് ടഫാണെന്ന് പറയുന്ന കാര്യം, ആദ്യം തന്നെ ആ ഒരു പാസേജ് ആ ഒരു ലിസ്റ്റ് ഓഫ് ഹെഡിങ്സ് അവർ കറക്റ്റ്ലി ആ ഒരു ഐഡിയ മനസ്സിലാക്കുന്നില്ല. ആ ഒരു ഐഡിയ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമാണ്. എല്ലാവരും തന്നെ ആ ഒരു ലിസ്റ്റ് ഓഫ് ഹെഡിങ്സിൽ തന്നിരിക്കുന്ന ആ ഒരു വേർഡ്സ് വൺ ബൈ വൺ ആ ഒരു വേർഡ് തന്നെ ആയിരിക്കും എവിടെ നമ്മുടെ പാസേജിൽ സെർച്ച് ചെയ്യുന്നത്. പക്ഷേ അങ്ങനെയല്ല, ആ ഒരു വേർഡ് അല്ലെങ്കിൽ ആ ഒരു സെൻറ്റൻസ് അതേപോലെ നമുക്ക് ഒരു പാസേജിൽ പ്രൊവൈഡ് ചെയ്യില്ല. സോ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു റീഡ് ഓൾ ദോസ് ഹെഡിങ്സ്. ഓക്കെ, ആ ഒരു ലിസ്റ്റ് ഓഫ് ഹെഡിങ്സിൽ പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ ഹെഡിങ്സ് തന്നെ നിങ്ങൾ ആദ്യം തന്നെ ഒന്ന് വായിക്കുക. ഒരു 10 ഹെഡിങ്സ് ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതെങ്കിൽ ആ ഒരു 10 ഹെഡിങ്സ് നിങ്ങൾ ആദ്യം തന്നെ ഒന്ന് വായിക്കുക. ഒരു തവണ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവണമെങ്കിൽ ഒരു സെക്കൻഡ് ടൈം ഒന്നുകൂടെ വായിക്കാം. 2 തവണ വായിക്കുമ്പോൾ നമുക്ക് ഒന്നുകൂടെ തറവായിട്ട് അത് മനസ്സിലാവും അല്ലേ. സോ 2 ടൈംസ് എങ്കിലും എടുത്ത് നമുക്കറിയാം ആ ഒരു ടൈം നമ്മുടെ 1 hour ആണ്. സോ ആ വിത്തിൻ ദാറ്റ് ടൈം ലിമിറ്റ്, ആ ഒരു ടൈം ലിമിറ്റിനുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം തന്നെ ആ ഒരു ലിസ്റ്റ് ഓഫ് ഹെഡിങ്സ്, ആ ഒരു ഹെഡിങ്സ് ആദ്യം തന്നെ വായിക്കുക. അത് വായിച്ചിട്ട് എന്തൊക്കെയാണ് അതിലെ കീവേഡ്സ് അണ്ടർലൈൻ ചെയ്യുക അല്ലെങ്കിൽ സർക്കിൾ ചെയ്യുക. ആ ഒരു കീവേഡ്സ് അണ്ടർലൈൻ ചെയ്യുന്നതിലൂടെ നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഓക്കെ, ആ ഒരു കീവേഡ്സ് അണ്ടർലൈൻ ചെയ്തതിന് ശേഷം നിങ്ങൾ ആ ഒരു പാസേജ് നോക്കുക. ഫസ്റ്റ് ഒരു കീവേഡ് എടുത്തു, ആ ഒരു കീവേഡ് ഈ പാസേജിൽ എവിടെയൊക്കെ വരുന്നോ അവിടെയൊക്കെ അണ്ടർലൈൻ ചെയ്യുക, അതിന് നമ്പർ മാർക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് അങ്ങനെ ഓരോ ഹെഡിങ്സ് എടുത്ത് അതിൻ്റെ കീവേഡ് മാർക്ക് ചെയ്യുക, അതിൻ്റെ നമ്പർ. ഇപ്പോൾ ഫസ്റ്റ് ഹെഡിങ്ങിൻ്റെ കീവേഡ് 1 എന്ന് കൊടുക്കുക. ഫസ്റ്റ് ഒരു കീവേഡിൽ നമ്പർ 1 എന്ന് കൊടുക്കുക. അതേപോലെ തന്നെ പാസേജിൽ നമ്പർ 1, സെക്കൻഡ് അതേപോലെ നമ്പർ 2 എന്ന് കൊടുക്കുക. അങ്ങനെ നോക്കുകയാണെങ്കിൽ അങ്ങനെ ഏറ്റവും ലാസ്റ്റിൽ ആ ഒരു 10 ഹെഡിങ്ങിൻ്റെ 10 നമ്പേഴ്സ് നമ്മൾ ആ ഒരു പാസേജിൽ നമ്മൾ ആ ഒരു വേർഡ് അല്ലെങ്കിൽ അതിൻ്റെ സിനോണിം എങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അണ്ടർലൈൻ ചെയ്യണം അല്ലെങ്കിൽ സർക്കിൾ ചെയ്യുക. ദെൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് പിന്നീട് ആ ഒരു ഹോൾ പാസേജിൽ നിന്ന് വായിച്ച് ആ ഒരു ടൈം കളയേണ്ട ആവശ്യം വരില്ല. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഒരു മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു പാസേജ് തന്നെ നിങ്ങൾ പർട്ടിക്കുലർലി ഫോക്കസ് ചെയ്താൽ മതി. അങ്ങനെയാണ്. സോ എനിക്ക് പറയാനുള്ളൊരു കാര്യം, എല്ലാ ആസ്പിറൻസ് അല്ലെങ്കിൽ എല്ലാ കാൻഡിഡേറ്റ്സ് ഈ ഒരു ലിസ്റ്റ് ഓഫ് ഹെഡിങ്സ് എന്ന് പറയുമ്പോൾ ഒരിക്കലും അതൊരു ടഫ്, എനിക്കിത് പറ്റില്ല എന്ന് വിചാരിക്കരുത്. നിങ്ങൾക്കെല്ലാം പറ്റുന്ന ഒരു കാര്യമാണ്. നമ്മൾ കുറച്ചൊന്ന് ലോജിക്കായിട്ടൊന്ന് തിങ്ക് ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു ഐഡിയ മനസ്സിലാക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങൾ ആ ഒരു ക്വസ്റ്റ്യൻ ജസ്റ്റ് അതേപോലെ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യാതെ ആ ഒരു സെൻറ്റൻസിനെ അതേപോലെ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്ത് മനസ്സിലാക്കാണ്ട്
നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റ് അതിൻ്റെ ഐഡിയ മനസ്സിലാക്കണം, ആ മീനിങ് മനസ്സിലാക്കണം ആ സെൻറ്റൻസിൻ്റെ. അതിനുശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഒരു പാസേജിൽ ആ ഒരു ലിസ്റ്റ് ഓഫ് ഹെഡിങ് ആപ്റ്റ് ആവുന്നുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, സോ വൺ മോർ കമൻറ്റ്. ഗുഡ് മോർണിംഗ് ഐശ്വര്യ. ഓക്കെ, സോ നെക്സ്റ്റ് ആ ഒരു ക്വസ്റ്റ്യൻ ഫോമാറ്റ് എന്ന് പറയുന്നത് സെൻറ്റൻസ് കംപ്ലീഷൻ. ഓക്കെ, in this type of question you will find an incomplete sentence. സെൻറ്റൻസ് കംപ്ലീഷൻ എന്തായിരിക്കും? സെൻറ്റൻസ് കംപ്ലീഷൻ എന്ന് പറയുമ്പോൾ ഓക്കെ, സെൻറ്റൻസ് കംപ്ലീഷൻ മീൻസ് നമുക്കറിയാം, നമ്മൾ ഈ ഒരു സ്കൂളിലൊക്കെ പഠിക്കുന്ന ടൈമിൽ നമ്മൾ സ്റ്റോറി ലൈനൊക്കെ ബിൽഡ് ചെയ്യും അല്ലേ. അതായത് ഒരു സെൻറ്റൻസ്, ഒരു പാസേജ് നമുക്ക് പ്രൊവൈഡ് ചെയ്യും, അവിടെ കുറച്ച് ബ്ലാങ്ക് സ്പേസസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യും. സോ വി നീഡ് ടു ഫിൽ ദാറ്റ് ബ്ലാങ്ക് സ്പേസ്, അല്ലെങ്കിൽ വി നീഡ് ടു ഫിൽ ദാറ്റ് പെർട്ടിക്കുലർ ബ്ലാങ്ക് സ്പേസ് വിത്ത് എന്താണ് സ്യൂട്ടബിൾ ഫ്രേസ്, വേർഡ്, അല്ലെങ്കിൽ സ്യൂട്ടബിൾ ഫ്രേസ് ഓർ വേർഡ്. ഓക്കെ, സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫ്രേസ് അല്ലെങ്കിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള വേർഡ് കൊണ്ട് ആ ഒരു സെൻറ്റൻസിനെ കംപ്ലീറ്റ് ചെയ്യുക, അതായത് ആ ഒരു പാസേജിനെ കംപ്ലീറ്റ് ചെയ്യുക. ഇതാണ് സെൻറ്റൻസ് കംപ്ലീഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ മെയിനായിട്ട് നമ്മൾ ഈ ഒരു സെൻറ്റൻസ് കംപ്ലീഷനിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, we have to be while attempting these sentence completion questions we have to be aware of grammar. Okay, grammar നമ്മൾ ചെക്ക് ചെയ്യണം. ഗ്രാമർ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ആ ഒരു ക്വസ്റ്റ്യൻ ഫോർമാറ്റ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പാറ്റേൺ ആണ് സെൻറ്റൻസ് കംപ്ലീഷൻ എന്ന് പറയുന്നത്. You are supposed to complete it with words taken from the text. So when coming to IELTS reading test, sentence completion എന്ന് പറയുമ്പോൾ you are supposed to complete it with words taken from the text. ആ ഒരു ടെക്സ്റ്റിൽ നിന്ന് എടുത്ത വേർഡ്സ് ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യുന്നത്, കംപ്ലീറ്റ് ചെയ്യുന്നത്. You therefore need to quickly map the incomplete text to a particular location in the text for you to find the correct answer. So ഈ ഒരു സെൻറ്റൻസ് കംപ്ലീഷനിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു ഹോൾ ടെക്സ്റ്റ് നമുക്ക് പെട്ടെന്നൊരു ക്വിക്ക്ലി മാപ്പ് ദി ഇൻകംപ്ലീറ്റ് ടെക്സ്റ്റ്. ആ ഒരു ക്വിക്ക്ലി മീൻസ് സ്കിമ്മിങ് പോലുള്ള, അതായത് ജനറൽ ഓവർവ്യൂ മനസ്സിലാക്കുക ഒരു പാസേജിൻ്റെ. സോ സ്കിമ്മിങ് പോലുള്ള ആ ഒരു ടെക്സ്റ്റ് യൂസിങ് ദ ടെക്നിക് സ്കിമ്മിങ് you have to identify the particular location in the text for you to find the correct answer. In order to find the correct answer, you need to find that particular location where that incomplete text will be, അല്ലെങ്കിൽ എവിടെയാണ് ഒരു ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ടെക്സ്റ്റ് ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. അത് നമ്മൾ സ്കിമ്മിങ് പോലുള്ള ടെക്നിക്സ് യൂസ് ചെയ്ത് we need to find out that. Okay, in order to identify the correct answer. സോ സെൻറ്റൻസ് കംപ്ലീഷനിൽ നമ്മൾ അങ്ങനെ ഒരു വേർഡ് അല്ലെങ്കിൽ ഒരു കറക്റ്റ് നമ്മളൊരു ആൻസർ കണ്ടെത്തി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആ ഒരു ഫിൽ ഔട്ടിൽ ആ ഒരു സെൻറ്റൻസിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു ബ്ലാങ്ക് സ്പേസിലേക്ക് നമ്മൾ അത് ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ ആ ഒരു ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള സെൻറ്റൻസിനെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, കംപ്ലീറ്റ് ആക്കുകയാണ്. സോ ഈ ഒരു കംപ്ലീറ്റ് ആക്കുമ്പോൾ ഉള്ള കാര്യമാണ് പറഞ്ഞത്. അവിടെ ശ്രദ്ധിക്കണം, ഗ്രാമാറ്റിക്കലി കൂടി ഈ ഒരു സെൻറ്റൻസിനോട് ആപ്റ്റ് ആവുന്നുണ്ടോ. ഇത് റീഡിങ്ങിനും ലിസണിങ്ങിനും സെൻറ്റൻസ് കംപ്ലീഷൻ എന്ന ക്വസ്റ്റ്യൻ ഫോമാറ്റ് വരുന്നുണ്ട്. സോ ഈ ലിസണിങ്ങിനായിക്കോട്ടെ റീഡിങ്ങിനായിക്കോട്ടെ രണ്ടിലും സെയിം ആപ്ലിക്കേഷനാണ്. അതായത് സെൻറ്റൻസ് കംപ്ലീഷനിൽ ഒരു വേർഡ് അല്ലെങ്കിൽ ഫ്രേസ് നമ്മൾ ഈ ഒരു പാസേജ് അല്ലെങ്കിൽ ഈ ഒരു സെൻറ്റൻസിനോട് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി നീഡ് ടു ചെക്ക് വെദർ ഇറ്റ് ഈസ് സ്യൂട്ടബിൾ അല്ലെങ്കിൽ വെദർ ഇറ്റ് ഈസ് ഗ്രാമാറ്റിക്കലി കറക്റ്റ്, അല്ലെങ്കിൽ ഈ ഒരു സെൻറ്റൻസിനോട് അത് ഗ്രാമാറ്റിക്കലി കൂടി കറക്റ്റ് ആവുന്നുണ്ടോ എന്നുകൂടി നിങ്ങൾ ഏതിൽ ചെക്ക് ചെയ്യണം, വെൻ ഡീലിംഗ് വിത്ത് സെൻറ്റൻസ് കംപ്ലീഷൻ ക്വസ്റ്റ്യൻ. ഓക്കെ, ആൻഡ് ദ സിക്സ്ത് വൺ ഈസ് സമ്മറി കംപ്ലീഷൻ. എന്താണ് സമ്മറി കംപ്ലീഷൻ? എ സമ്മറി പാർട്ട് ഓഫ് ദ ടെക്സ്റ്റ് വിൽ ബി ഗിവൻ ടു യു. You are required to complete it by picking words from the text with a given maximum number of words to complete it. സമ്മറി കംപ്ലീഷൻ മീൻസ് ആ ഒരു ടെക്സ്റ്റിൻ്റെ ഒരു സമ്മറി പാർട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യും. ആൻഡ് യു ആർ റിക്വയർഡ് ടു കംപ്ലീറ്റ് ഇറ്റ് ബൈ പിക്കിംഗ് വേർഡ്സ് ഫ്രം ദ ടെക്സ്റ്റ് വിത്ത് എ ഗിവൺ മാക്സിമം നമ്പർ ഓഫ് വേർഡ്സ് ടു കംപ്ലീറ്റ് ഇറ്റ്. സോ നമ്മൾ എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് ഒരു വേർഡ് ഇത് കംപ്ലീറ്റ് ചെയ്യുക. എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം? ബൈ പിക്കിംഗ് വേർഡ്സ് ഫ്രം ദ ടെക്സ്റ്റ് വിത്ത് എ ഗിവൺ മാക്സിമം നമ്പർ ഓഫ് വേർഡ്സ് ടു കംപ്ലീറ്റ് ഇറ്റ്. ഓക്കെ, എത്രയാണോ നമുക്ക് ഒരു മാക്സിമം നമ്പർ, അതായത് ഓരോ ക്വസ്റ്റ്യൻ ഫോമാറ്റ് അല്ലെങ്കിൽ ഓരോ സെക്ഷനിലും നമുക്ക് ആ ഒരു വേർഡ് കൗണ്ട് പ്രൊവൈഡ് ചെയ്യുക അല്ലേ. ഒരു വേർഡ് കൗണ്ട് അല്ലെങ്കിൽ എത്ര വേർഡ്സ് ആണ് നമ്മളവിടെ, എത്ര വേർഡ് ലിമിറ്റ് അല്ലെങ്കിൽ വേർഡ് കൗണ്ട് അവിടെ നമുക്ക് മെൻഷൻ ചെയ്യും. സോ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു മാക്സിമം നമ്പർ ഓഫ് വേർഡ്സ് നമ്മൾ നോക്കുക, കൗണ്ട് ചെയ്യുക. അതിനനുസരിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഒരു ആൻസർ നമ്മൾ പിക്ക് ഔട്ട് ചെയ്യാൻ ഫ്രം ദി ഗിവൺ ടെക്സ്റ്റ്. ഓക്കെ, സോ അതാണ് സമ്മറി കംപ്ലീഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദെൻ ഫീച്ചേഴ്സ് മാച്ചിങ്. എന്താണ് ഫീച്ചേഴ്സ് മാച്ചിങ്? These are types of questions that requires you to find a specific information about given features and match it. അതായത് കുറച്ച് ലിസ്റ്റ് ഓഫ് ഫീച്ചേഴ്സ് ആയിരിക്കും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതെന്ത് ചെയ്യുക, requires you to find a specific information about given
ഫീച്ചേഴ്സ് ആൻഡ് മാച്ച് ഇറ്റ്. അത് മാച്ച് ചെയ്യാനായിരിക്കും നമുക്ക് ഒരു ഫീച്ചേഴ്സ് മാച്ചിങ് എന്ന ആ ഒരു ക്വസ്റ്റ്യൻ ടൈപ്പിൽ മീൻ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ, യു ക്യാൻ ബി ഗിവൺ ഡിഫറെൻറ്റ് പീപ്പിൾ ഹൂ ഡിസ്കവേർഡ് ഡിഫറെൻറ്റ് തിങ്സ് അറ്റ് ഡിഫറെൻറ്റ് ടൈപ്സ്. അതായത് ലിസ്റ്റ് ഓഫ് റിസർച്ചേഴ്സ് എന്ന ഒരു കാറ്റഗറി ആയിരിക്കും നമുക്ക് ആ ഒരു ടെക്സ്റ്റ് മെറ്റീരിയൽ കാണാൻ പറ്റുന്നത്. ഓക്കെ, ലിസ്റ്റ് ഓഫ് ഹെഡിങ്സ് ഓൾറെഡി പറഞ്ഞു. അതേപോലെ തന്നെ ലിസ്റ്റ് ഓഫ് റിസർച്ചേഴ്സ്, കുറച്ച് റിസർച്ചേഴ്സ് അല്ലെങ്കിൽ കുറച്ച് സയൻറ്റിസ്റ്റ് അല്ലെങ്കിൽ പീപ്പിൾ ഹൂ ഡിസ്കവേർഡ് ഡിഫറെൻറ്റ് തിങ്സ് അറ്റ് ഡിഫറെൻറ്റ് ടൈപ്സ്, അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരുടെ ആ ഒരു നെയിം ആയിരിക്കും നമുക്ക് ലിസ്റ്റ് ഓഫ് റിസർച്ചേഴ്സ് എന്നുള്ള ഒരു ഇതിൽ നമുക്കവിടെ അവിടെ കാണാൻ സാധിക്കുന്നത് ആ ഒരു ടെസ്റ്റ് ഫോമാറ്റിൽ, ഈ ഒരു ക്വസ്റ്റ്യൻ ടൈപ്പിൽ. അതായത് പീപ്പിൾ ഹൂ ഡിസ്കവർ ഡിഫറെൻറ്റ് തിങ്സ് അറ്റ് ഡിഫറെൻറ്റ് ടൈപ്സ്. സോ കുറച്ച് ലിസ്റ്റ് ഓഫ് റിസർച്ചേഴ്സിൻ്റെ നെയിം നമുക്ക് പ്രൊവൈഡ് ചെയ്യും. സോ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു ലിസ്റ്റ് ഓഫ് റിസർച്ചേഴ്സ് അത് ഏതൊക്കെ പാസേജസിലാണോ മെൻഷൻ ചെയ്യുന്നത് അത് കറക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, മാച്ച് ചെയ്യുക. യു ആർ നൗ റിക്വയർഡ് ടു മാച്ച് ഹൂ ഡിസ്കവേർഡ് വാട്ട് അറ്റ് വാട്ട് ടൈം. അതായത് സോ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ലിസ്റ്റ് ഓഫ് റിസർച്ചേഴ്സ് വരും. ആ ഒരു ലിസ്റ്റ് ഓഫ് റിസർച്ചേഴ്സിൽ ഹൂ ഡിസ്കവേർഡ് വാട്ട് അറ്റ് വാട്ട് ടൈം. ഓക്കെ, ഈ ഏത് ടൈമിലാണ് അല്ലെങ്കിൽ എന്ത് ഇൻവെൻഷനാണ് അവിടെ ഡിസ്കവർ ചെയ്തത് ഈ ഒരു പർട്ടിക്കുലർ റിസർച്ചർ അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ പേഴ്സൺ ഏത് ടൈമിലാണ് എന്ത് കാര്യമാണ് ഡിസ്കവർ ചെയ്തത്, ഇൻവെൻറ്റ് ചെയ്തത്. ഇങ്ങനെയുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യണം, പാസേജിൽ നോക്കിയിട്ട് ഇതായിരിക്കും നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നത്, മാച്ച് ചെയ്യുന്നത്. യു ദെയർഫോർ നീഡ് ടു ബി വെരി കീൻ വെൻ മാച്ചിങ്. അതുകൊണ്ട് തന്നെ മാച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധ അവിടെ വേണം. സോ ബിക്കോസ് അത് തെറ്റിപ്പോകാൻ വളരെ സാധ്യതയുള്ള ഒന്നാണ്. സോ എന്ത് ചെയ്യണം, നമ്മൾ കീനായിട്ട് തന്നെ, വളരെ കീനായിട്ട് തന്നെ, ആക്റ്റീവായിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ കുറച്ചുകൂടി ഒന്ന് കോൺഷ്യസ് ആയിട്ട് അവെയർ ആയിരിക്കുക. സോ അവർ കറക്റ്റായിട്ട് തന്നെ അതൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, സോ ദെൻ മാച്ചിങ് സെൻറ്റൻസ് എൻഡിങ്സ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫോമാറ്റ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ടൈപ്പാണ് മാച്ചിങ് സെൻറ്റൻസ് എൻഡിങ്സ്. എന്താണ് മാച്ചിങ് സെൻറ്റൻസ് എൻഡിങ്സ് എന്ന് പറയുമ്പോൾ, ദിസ് ഈസ് എ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ, മാച്ചിങ് സെൻറ്റൻസ് എൻഡിങ്സ് എന്ന് പറയുമ്പോൾ കമ്പാരിറ്റീവ്ലി ഒരു സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പാർട്ട് ഓഫ് എ സെൻറ്റൻസ് ഈസ് പിക്ഡ് ഫ്രം എ ലൈൻ ഇൻ ദ ടെക്സ്റ്റ്. ഓക്കെ, എന്തായിരിക്കും, ഒരു സെൻറ്റൻസിൻ്റെ ഒരു പാർട്ട് എന്തായിരിക്കും, ഈസ് പിക്ഡ് ഫ്രം എ ലൈൻ ഇൻ ദ ടെക്സ്റ്റ്. ആ ഒരു ടെക്സ്റ്റിൽ നിന്ന് പിക്ക് ഔട്ട് ചെയ്യും. വാട്ട് യു നീഡ് ടു ഡു ഹിയർ ഈസ് ടു ജസ്റ്റ് ലൊക്കേറ്റ് വെയർ ഇറ്റ് ഹാസ് ബീൻ ടേക്കൺ ഫ്രം ആൻഡ് കംപ്ലീറ്റ് ദി സെൻറ്റൻസ് ആൻഡ് ദെയർ യു ഹാവ് യുവർ കറക്റ്റ് ആൻസർ. നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണ്, യു നീഡ് ടു ഡു ഹിയർ ഈസ് ടു ജസ്റ്റ് ലൊക്കേറ്റ് വെയർ ഇറ്റ് ഹാസ് ബീൻ ടേക്കൻ ഫ്രം. എവിടെ നിന്നാണ് ഈ ഒരു പാർട്ട് എടുത്തത്, ഈ ഒരു സെൻറ്റൻസിൻ്റെ ഈ ഒരു പാർട്ട് എവിടെ നിന്നാണ് നമ്മൾ എടുത്തത്, ആൻഡ് കംപ്ലീറ്റ് ദി സെൻറ്റൻസ് ആൻഡ് യു ഹാവ് യുവർ കറക്റ്റ് ആൻസർ. അങ്ങനെ എടുക്കുക, ആ ഒരു പാർട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക, ലൊക്കേറ്റ് ചെയ്യുക, എവിടെ നിന്നാണ് നമ്മളിത് എടുത്തത്. അതിനുശേഷം എന്ത് ചെയ്യണം, യു ഹാവ് ടു കംപ്ലീറ്റ് ദി സെൻറ്റൻസ്. അതായത് മാച്ചിങ് സെൻറ്റൻസ് എൻഡിങ്, സെൻറ്റൻസിൻ്റെ ആ ഒരു എൻഡിങ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക. സോ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ആ ഒരു സെൻറ്റൻസിനെ എഗെയിൻ കംപ്ലീറ്റ് ആക്കുക. അതെങ്ങനെ കംപ്ലീറ്റ് ചെയ്യണം, നമ്മൾ ആ ഒരു ടെക്സ്റ്റിൽ നിന്നും ഒരു സെൻറ്റൻസിൻ്റെ ഒരു പാർട്ടായിരിക്കും തരുന്നത്. സോ നമ്മൾ ആ ഒരു ടെക്സ്റ്റിലെ ഒരു ലൈനിൻ്റെ ഒരു ഭാഗമായിരിക്കും നമുക്ക് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു ടെക്സ്റ്റ് വായിച്ചിട്ട് ഏതാണോ ആ പാർട്ട് അത് ക്ലിയർലി നമ്മൾ പിക്ക് ഔട്ട് ചെയ്തതിന് ശേഷം വി ഹാവ് ടു കംപ്ലീറ്റ് ദി സെൻറ്റൻസ്. അതാണ് മാച്ചിങ് സെൻറ്റൻസ് എൻഡിങ്സ്. ആൻഡ് ദെൻ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ്. എന്താണ് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ്? മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഓൾറെഡി പറഞ്ഞു, അതേപോലെ തന്നെയുള്ള ഒരു ക്വസ്റ്റ്യൻ ഫോമാറ്റാണ് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ്. യു ഹാവ് ടു ബി എക്സ്ട്രാ കെയർഫുൾ ഹിയർ. ഓക്കെ, സോ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് വരുമ്പോഴും നമ്മൾ കുറച്ചുകൂടി നമ്മളുടെ കെയർഫുൾ ആവുക. ദിസ് ഈസ് എ ക്വസ്റ്റ്യൻ ദാറ്റ് എക്സ്പെക്ട്സ് യു ടു ആൻസർ ദി ക്വസ്റ്റ്യൻ ഫ്രം ദി ഗിവൺ ഫാക്ട്സ് ഇൻ ദി ടെക്സ്റ്റ്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ ടൈപ്പ് എന്ന് പറയുന്നത്, ഇൻ ദിസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് യു ഹാവ് ടു എക്സ്പെക്ട് അല്ലെങ്കിൽ യു ഹാവ് ടു ആൻസർ ദി ക്വസ്റ്റ്യൻ ഫ്രം ദി ഗിവൺ ഫാക്ട്സ് ഇൻ ദി ടെക്സ്റ്റ്. നമുക്ക് അവർ തന്നിട്ടുള്ള ആ ഒരു ടെക്സ്റ്റിൽ ഗിവൺ ഫാക്ട്സിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും, ആ ഒരു ക്വസ്റ്റ്യൻസ് ആയിരിക്കണം നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. Moreover, you need to check the number of words because you are limited. A maximum number of words is always given. Okay, again പറയുകയാണ്, ആ ഒരു വേർഡ് കൗണ്ട് ഈ ഓരോ ക്വസ്റ്റ്യൻ ടൈപ്പ്, ഏത് ക്വസ്റ്റ്യൻ ടൈപ്പ് ആണെങ്കിലും ഏത് ക്വസ്റ്റ്യൻ ഫോമാറ്റ് ആണെങ്കിലും ആൻസർ ചെയ്യുമ്പോൾ നിങ്ങൾ മെയിനായിട്ട് ആ ഒരു വേർഡ് കൗണ്ട് അല്ലെങ്കിൽ വേർഡ് ലിമിറ്റ് കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം. ഈ ഒരു വേർഡ് കൗണ്ട് അല്ലെങ്കിൽ വേർഡ് ലിമിറ്റ് ആദ്യം തന്നെ മനസ്സിലാക്കിയില്ല അല്ലെങ്കിൽ ശരിക്കും മനസ്സിലാക്കിയില്ല എങ്കിൽ എന്ത് സംഭവിക്കും, നമ്മൾ വേർഡ് കൗണ്ട് നമുക്ക് ആ ഒരു വിത്തിൻ ദാറ്റ് വേർഡ് കൗണ്ട് അല്ലെങ്കിൽ വേർഡ് ലിമിറ്റ് നമുക്ക് ആൻസർ എഴുതാൻ സാധിക്കില്ല. അങ്ങനെ നിങ്ങളുടെ ആൻസർ എന്തായിരിക്കും, ഇൻകറക്റ്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ വെറുതെ അങ്ങനെ നമ്മുടെ കെയർലെസ്നെസ് കൊണ്ട് നമ്മൾ മാർക്ക് കൊണ്ട് കളയരുത്. സോ എന്ത് ചെയ്യണം, നിങ്ങൾ ആ ഒരു വേർഡ് കൗണ്ട് കറക്റ്റായിട്ട് അനലൈസ് ചെയ്യുക, മനസ്സിലാക്കുക. അതിനുശേഷം മാത്രം എന്ത് ചെയ്യുക, ആ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യുക. ആൻഡ് ഫൈനലി മാച്ചിങ് ഇൻഫർമേഷൻ എന്ന് പറയുമ്പോൾ, യു ജസ്റ്റ് നീഡ് നോട്ട് ടു ഗെറ്റ് ദിസ് ക്വസ്റ്റ്യൻ റോങ്. All that is required of you here is to find some given information and place them where they fit. Okay, ഈ ഒരു മാച്ചിങ് ഇൻഫർമേഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, all that is required of you here is to find some given information. തന്നിട്ടുള്ള ഇൻഫർമേഷൻ, നമുക്ക് കുറച്ച് ഇൻഫർമേഷൻ തരും. ആ ഒരു ഇൻഫർമേഷൻ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു പാസേജ് നോക്കി അത് കറക്റ്റായിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യുക. ആൻഡ് പ്ലേസ് ദം വെയർ ദേ ഫിറ്റ്.
സോ എവിടെയാണ് കറക്റ്റായിട്ട് അത് ഫിറ്റ് ചെയ്യാൻ പറ്റുന്നത് അത്രയും കാര്യങ്ങൾ അതൊക്കെ ഇവിടെ കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്യുക. അതാണ് മാച്ചിങ് ഇൻഫർമേഷൻ, കറക്റ്റായിട്ട് മാച്ച് ചെയ്യുക. ഓക്കെ, സോ ഒരു ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് പറഞ്ഞു. സോ ഷോർട്ട് ആൻസർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, ആസ് ദ നെയിം ഇറ്റ് സെൽഫ് മെൻഷൻ, യു ഹാവ് ടു റൈറ്റ് എ ഷോർട്ട് ആൻസർ ആസ് യുവർ ആൻസർ. ഓക്കെ, ആ ഒരു ഷോർട്ട് ആൻസർ ആയിരിക്കണം അവിടെ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ ആ ഒരു ആൻസർ എന്ന് പറയുന്നത് ഒരു ഷോർട്ട് ആൻസർ ആയിരിക്കണം. അതാണ് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ്. ഓക്കെ, സോ ഇതൊക്കെയാണ് ആ ഒരു ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ടൈപ്സ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ഫോർമാറ്റ്സ് എന്ന് പറയുന്നത്. സോ വൺസ് അഗെയിൻ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് ആ ഒരു ക്വസ്റ്റ്യൻ ടൈപ്സ് ആണ്, IELTS റീഡിംഗ് ക്വസ്റ്റ്യൻ ടൈപ്സ്. ഓക്കെ, സോ ഫസ്റ്റ് വൺ മാച്ചിങ് ക്വസ്റ്റ്യൻസ് എന്ന പറയുന്ന കാറ്റഗറിയിൽ വരുന്ന ആ ഒരു 4 ക്വസ്റ്റ്യൻ ടൈപ്സ് നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തു. ആൻഡ് സെക്കൻഡ് കാറ്റഗറി മീൻസ് ഐഡൻറ്റിഫിക്കേഷൻ ക്വസ്റ്റ്യൻസ്. ആൻഡ് തേർഡ് കാറ്റഗറി ഈസ് കംപ്ലീഷൻ ക്വസ്റ്റ്യൻസ് ആണ് ആ ഒരു തേർഡ് കാറ്റഗറി എന്ന് പറയുന്നത്. സോ ഓരോ കാറ്റഗറിയിലും വരുന്ന ഒരു ക്വസ്റ്റ്യൻ ഫോർമാറ്റ്സ് ആണ്. നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഇൻഫർമേഷൻ ഐഡൻറ്റിഫിക്കേഷൻ ക്വസ്റ്റ്യൻസ്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ABCD അതിൽ മൾട്ടിപ്പിൾ ചോയ്സ് ആയിരിക്കും ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, A and B, ചിലപ്പോൾ B and C അല്ലെങ്കിൽ C and D, അങ്ങനെ മൾട്ടിപ്പിൾ ചോയ്സ് ആയിരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ ഫോർമാറ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ആൻസർ എന്ന് പറയുന്നത്. ആൻഡ് ഇൻഫർമേഷൻ ഐഡൻറ്റിഫിക്കേഷൻ ക്വസ്റ്റ്യൻസ് മീൻസ് ആൻസർ എങ്ങനെയായിരിക്കണം, വെദർ ദ ഗിവൺ ഇൻഫർമേഷൻ ഈസ് അല്ലെങ്കിൽ വെദർ ദ ഗിവൺ ഫാക്ട്സ് ഈസ് ട്രൂ, false or not given. അതാണ് ഇൻഫർമേഷൻ ഐഡൻറ്റിഫിക്കേഷൻ ക്വസ്റ്റ്യൻ. ആൻഡ് തേർഡ് വൺ ഈസ് ഇൻഫർമേഷൻ മാച്ചിങ്. കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ പിക്ക് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം, പ്ലേസ് ചെയ്യുക. ഹെഡ് മാച്ചിങ് മീൻസ് ലിസ്റ്റ് ഓഫ് ഹെഡിങ്സ് പ്രൊവൈഡ് ചെയ്യും. ആ ഒരു ലിസ്റ്റ് ഓഫ് ഹെഡിങ്സ് ഏത് പാസേജിനോടാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് അല്ലെങ്കിൽ ആപ്റ്റ് ആയിട്ടുള്ളത് എന്ന് നമ്മൾ ചെക്ക് ചെയ്യുക. അതായിരിക്കും ആൻസറായിട്ട് എഴുതേണ്ടത്. And then sentence completion. Okay, our sentence completion means we have to complete an incomplete sentence or incomplete sentence in a complete with the suitable words or phrases. And again parayana main ആയിട്ട് ഈ ഒരു സെന്റൻസ് കംപ്ലീഷനിൽ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ഗ്രാമാറ്റിക്കലി കൂടി ഇത് ഈ ഒരു വേർഡ് അല്ലെങ്കിൽ ഫ്രേസ് ഈ ഒരു സെന്റൻസിനോട് ഫിറ്റ് ആവുന്നുണ്ടോ എന്ന് കൂടി നമ്മൾ ചെക്ക് ചെയ്യണം. സമ്മറി കംപ്ലീഷൻ ആൻഡ് ദെൻ ഫീച്ചേഴ്സ് മാച്ചിങ്. ഓക്കെ, ഫീച്ചേഴ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യും. ഒരു സ്പെസിഫിക് ഇൻഫർമേഷൻ അബൌട്ട് ഗിവൺ ഫീച്ചേഴ്സ് ആയിരിക്കും നമ്മളിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ആൻഡ് വി നീഡ് ടു മാച്ച് ഇറ്റ്. ദെൻ മാച്ചിങ് സെൻറ്റൻസ് എൻഡിങ്സ്. ഓക്കെ, ഒരു ടെക്സ്റ്റിലെ ഒരു ലൈനിൽ എന്തായിരിക്കും ഒരു പ്രൊവൈഡ് ചെയ്യുക, ഒരു ടെക്സ്റ്റിലെ ഒരു പാർട്ടായിരിക്കും, ഒരു സെൻറ്റൻസിൻ്റെ ഒരു പാർട്ടായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അത് ആ ഒരു ടെക്സ്റ്റിലെ ഏതെങ്കിലും ഒരു ലൈനിൻ്റെ ഒരു ഭാഗമായിരിക്കും. നമ്മൾ എന്ത് ചെയ്യണം, വി നീഡ് ടു പിക്ക് ദാറ്റ് പെർട്ടിക്കുലർ ലൈൻ ഇൻ ദ ടെക്സ്റ്റ് ഫ്രം എ ലൈൻ ഇൻ ദ ടെക്സ്റ്റ്. സോ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, again ആ ഒരു സെൻറ്റൻസ് എൻഡിങ്സ് ആയിട്ട് മാച്ച് ചെയ്യുക, അതിനെ ഒരു കംപ്ലീറ്റ് സെൻറ്റൻസ് ആക്കി മാറ്റുക. ആൻഡ് ഫൈനലി ദ 2 ക്വസ്റ്റ്യൻ ഫോർമാറ്റ് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോഴും എന്തായിരിക്കും, നമ്മൾ ആ ഒരു വി ആർ ഹിയർ അല്ലെങ്കിൽ വി ആർ എക്സ്പെക്റ്റഡ് ടു ആൻസർ ദി ക്വസ്റ്റ്യൻ ഫ്രം ദി ഗിവൺ ഫാക്ട്സ് ഇൻ ദ ടെക്സ്റ്റ്. ആൻഡ് ഫൈനലി മാച്ചിങ് ഇൻഫർമേഷൻ എന്ന് പറയുമ്പോഴും എന്താണ്, you need to hear അല്ലെങ്കിൽ here you have to find some information and place them where they fit. എവിടെയാണ് ഈ ഒരു ഇത് കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്യുന്നത് എന്ന് നമ്മൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് അതൊന്ന് പ്ലേസ് ചെയ്യുക. കറക്റ്റായിട്ട് ആ ഒരു ഫ്രേസ് അല്ലെങ്കിൽ ആ ഒരു വേർഡിനെ കറക്റ്റായിട്ടത് മാച്ച് ചെയ്യുക. സോ ദീസ് ആർ ദി 10 ക്വസ്റ്റ്യൻ ഫോർമാറ്റ്സ് ഓർ 10 ക്വസ്റ്റ്യൻ ടൈപ്സ്. 3 കാറ്റഗറിയും പറഞ്ഞു. ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ഫോർമാറ്റ്സ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, സോ നമ്മൾ ഓവറോൾ ഇന്ന് എന്തൊക്കെ കാര്യങ്ങളായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. നമ്മൾ ജസ്റ്റ് ആദ്യം തന്നെ ഒരു ഓവർവ്യൂ നോക്കി. ഒരു അക്കാഡമിക് നേരത്തെ ലൈവ് സെഷൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർക്കായി നമ്മൾ ഒന്നുകൂടെ ഒരു ഓവർവ്യൂ കൊടുത്തിട്ടുണ്ട്. അക്കാഡമിക് വേഴ്സസ് ജനറൽ മെയിൻ ഡിഫറൻസസ് എന്തൊക്കെയാണ്. പിന്നെ നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത് ഈ ഒരു റീഡിംഗ് ക്വസ്റ്റ്യൻ ടൈപ്സ് ആണ്. സോ ഇനി വരുന്ന ലൈവ് സെഷൻസിൽ നമുക്ക് ഇൻ ഡെപ്ത് ആയിട്ട് ഓരോ ക്വസ്റ്റ്യൻ ഫോർമാറ്റ്സിനെ പർട്ടിക്കുലർലി എടുത്ത് നമുക്ക് ഫോക്കസ് ചെയ്യാം, അതിൻ്റെ എക്സാമ്പിൾ പ്രൊവൈഡ് ചെയ്യാം. സോ ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു ഓവറോൾ എന്തൊക്കെയാണ് ആ ഒരു ഐഡിയ, ഒരു ക്വസ്റ്റ്യൻ ടൈപ്സ് എന്തൊക്കെയാണ് അതിനുള്ള ഐഡിയ, ഏത് രീതിയിലാണ് നമ്മളത് അറ്റൻഡ് ചെയ്യണമെന്നാണ് ഈ ഒരു ലൈവ് സെഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്തത്. ഓക്കെ, so I hope all today's live session is very much clear for you. സോ താങ്ക് യു സോ മച്ച്. സോ എല്ലാവർക്കും തന്നെ ഒരുപാട് താങ്ക്സ്. എല്ലാവരും ഇതേപോലെ തന്നെ മുന്നോട്ടും ഈ ഒരു ലൈവ് സെഷൻസിലെ ഓഫ്ലൈൻ ആണെങ്കിലും ഓൺലൈൻ ക്ലാസ്സസിനെ ഇതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ടിജൂസ് അക്കാഡമിയെ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ഒരുമിച്ച് തന്നെ നിങ്ങളുടെ ആ ഒരു ഗോൾ നമുക്ക് അച്ചീവ് ചെയ്യാം. സോ എല്ലാവരും നമുക്ക് ഒരുമിച്ച് തന്നെ, നമ്മൾ മാത്രമല്ല നിങ്ങൾ കൂടി എഫേർട്ട് ഇടണം. നിങ്ങൾ കൂടി എഫേർട്ട് ഇട്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ഗോൾ എത്രയും പെട്ടെന്ന് തന്നെ അറ്റൈൻ ചെയ്യാൻ പറ്റുള്ളൂ. സോ എല്ലാ ഓൺലൈൻ ക്ലാസ്സസ് എല്ലാ മോഡ്യൂൾസിനും
ബേസ് ചെയ്ത് നമുക്ക് ഓൺലൈൻ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ എല്ലാ ലൈവ് സെഷൻസും മാക്സിമം മിസ് ഔട്ട് ആക്കാതെ, സ്കിപ്പ് ചെയ്യാതെ, ആ ഒരു കണ്ടിന്യൂറ്റി നഷ്ടപ്പെടുത്താതെ എല്ലാവരും തന്നെ ആ ഒരു ലൈവ് ക്ലാസ്സസ് എല്ലാം തന്നെ അറ്റൻഡ് ചെയ്യുക. മാക്സിമം നമുക്കൊരു സക്സസ് ആക്കണം. സോ എല്ലാവരും ഇത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. എനിക്ക് ഈ ഒരു ലൈവ് സെഷൻസിലും എല്ലാ എക്സ്പെർട്ട് ട്രെയിനേഴ്സും വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് ക്ലാസ്സസ് എടുക്കുന്നത്. സോ എല്ലാ മൊഡ്യൂളും നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ എല്ലാ മൊഡ്യൂളും ആ ഒരു സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ മാക്സിമം എല്ലാവരും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും തന്നെ ഇത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. സോ ഓഫ്ലൈൻ ക്ലാസ്സസിൽ നേരിട്ട് വരാൻ പറ്റാത്തവർക്കായി ഈ ഓൺലൈൻ ക്ലാസ്സസ് നല്ല യൂസ്ഫുൾ ആയിരിക്കും. സോ നിങ്ങൾ എല്ലാവരും തന്നെ ഇത് വളരെ യൂസ്ഫുൾ ആക്കുക, മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, സോ stay tuned for another live session of IELTS reading. This is Devika. Thank you so much.